നമുക്ക് അതിഥിയിലേക്ക് പോകാം. പത്രപ്രവർത്തകനും ഒപ്പം എഴുത്തുകാരനും പരസ്യചിത്രകാരനുമെല്ലാമായിട്ടുള്ള ടോണി ചിറ്റേട്ടുകുളം ഇന്ന് ചക്രമാവൻ കൊമ്പത്തെ എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയുടെ വിശേഷങ്ങൾ ഇന്ന് നമ്മോട് അതിഥിയിൽ പങ്കുവയ്ക്കുന്നു. മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം ശ്രീ ടോണി ചിറ്റേട്ടുകുളം. ആദ്യം തന്നെ നമുക്ക് ചിത്രത്തിൻ്റെ ഒരു ടീസർ കണ്ടിട്ട് സന്തോഷം. എടാ, നിന്റെ അച്ഛൻ വന്ന് അലറാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് പോയി നോക്കിയടാ മോനെ. എനിക്കൊന്നും വയ്യ. എന്റെ അച്ഛൻ മാത്രമല്ലല്ലോ, നമ്മുടെ കെട്ടിയവരും കൂടിയല്ലേ. എപ്പോ നോക്കിയാലും നിന്റെ അച്ഛൻ നിന്റെ അച്ഛൻ. ഞാനല്ലേ അച്ഛനെ കഴിച്ചേ, അമ്മയല്ലേ. വേണം പോയി നോക്ക്. ഒരു പത്രപ്രവർത്തകൻ, ഒരു എഴുത്തുകാരൻ, ഇതിനെല്ലാം അപ്പുറത്തേക്ക് സംവിധായകനിലേക്ക് വരുന്നു. എങ്ങനെയാണ് അതിനെ കാണുന്നത്? തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള മുഹൂർത്തമാണിത്. പത്രപ്രവർത്തകനായിട്ടാണ് എൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത്. ദീപികയിൽ സബ് എഡിറ്ററായിട്ട് തുടങ്ങുന്നു. അതിനൊപ്പം എഴുത്തുകാരനായിട്ട് എഴുത്തിൽ ജീവിതം തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നു. എഴുത്തിൽ ഏകദേശം ഇപ്പോൾ 30ഓളം പുസ്തകങ്ങൾ എൻ്റെ പേരിൽ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു പത്രപ്രവർത്തകന് വാർത്തകൾ അറിയിക്കുക എന്ന ധർമ്മമുണ്ട്. അതിനൊപ്പം എഴുത്തുകാരൻ്റെ ധർമ്മം അതിനും ഒരു പടി മുകളിലാണെന്ന് പറയേണ്ടി വരും. എഴുത്തുകാരന് അവൻ്റെ ഉള്ളിൽ പറയാൻ ആഗ്രഹിക്കുന്ന, സമൂഹത്തോട് പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സത്യങ്ങളുണ്ട്. അപ്പം അതിനു വേണ്ടിയുള്ള ഒരു ധർമ്മമായിട്ടാണ് ഞാൻ എൻ്റെ എഴുത്തിനെ കണ്ടത്. എഴുത്തിലിപ്പോൾ കൂടുതലിപ്പം കെ.എസ്. ചിത്രയുടെ ഓട്ടോബയോഗ്രഫി അടക്കമുള്ള മറ്റുള്ളവർക്ക് വേണ്ടി പുസ്തകങ്ങൾ ചെയ്യുന്നു എന്നതിനപ്പുറം പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ കുറേ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. മഴപ്പുസ്തകം പോലുള്ള ആന്തോളജികളുണ്ട്. രാത്രി, സ്കോട്ട്ലൻഡ് യാർഡ്, അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ എഴുത്തുകാരൻ്റെ ധർമ്മത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് സമൂഹത്തോട് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിനെ പങ്കുവയ്ക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞാൻ എൻ്റെ എഴുത്തിനെ കാണുന്നത്. അതിനിപ്പം മലയാള സിനിമ എന്ന് പറയുന്നതും ഇതിലും വലിയൊരു മേഖലയാണ്. സിനിമയിൽ എന്തുകൊണ്ടും നമുക്ക് മറ്റുള്ളവർക്ക് പറയാൻ, ഏറ്റവും കൂടുതൽ കല കൊണ്ട് മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ അതിൽ ഏറ്റവും മികച്ച മാധ്യമമായിട്ട് വരുന്നത് ഇപ്പോൾ സിനിമ തന്നെയാണ്. അപ്പോൾ ആ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും ഇതൊരു സന്തോഷമുള്ള അനുഭവം തന്നെ. ഓക്കെ, പ്രഥമ സിനിമയാണ് ശരിക്കും ചക്രമാവൻ കൊമ്പത്ത്. ശരിക്കും ഏറെ ആശയസമ്പന്നമായിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. ശരിക്കും ഇത് ചിത്രത്തിലെ ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. ചിത്രത്തിൻ്റെ വിശേഷങ്ങളെ കുറിച്ചിട്ടൊന്നും പറയാം. ചിത്രത്തിൻ്റെ ഇത് ചക്രമാവൻ കൊമ്പത്ത് തീർച്ചയായിട്ടും ഒരു കുടുംബ ചിത്രമാണ്. കുട്ടികളും മാതാപിതാക്കളും ഒന്നിച്ചിരുന്ന് കാണാൻ കഴിയുന്ന, 100% കാണാൻ കഴിയുമെന്ന് ഉറപ്പ് പറയാൻ കഴിയുന്ന ഒരു സിനിമ. ഇപ്പോഴത്തെ സിനിമകളെല്ലാം തന്നെ ഓരോ രീതിയിൽ മനുഷ്യരെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്താണ് ചക്രമാവൻ കൊമ്പത്തിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു കഥയുണ്ട്. ഈ കഥ നമ്മളെല്ലാവരും കണ്ടറിഞ്ഞ കഥയിൽ ഒന്നുകൂടിയാണ്. പ്രത്യേകിച്ച് 7ാം ക്ലാസ്സിലെ കേരള സിലബസിൽ അർഷാദ് ബത്തേരി എഴുതിയതായിട്ടുള്ള മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമി എന്ന കഥയാണ് ഈ ചക്രമാവൻ കൊമ്പത്തെ സിനിമയുടെ മൂലകഥ. അതിനകത്തോടെ എടുത്തു പറയേണ്ട സംഗതി, തന്മാത്രയിലെ നായിക മീര വാസുദേവന്റെ തിരിച്ചുവരവ്, പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം ഹരിശ്രീ അശോകൻ ഈ ചിത്രത്തിലൂടെ കടന്നു വരുന്നു. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള 2 ബാലതാരങ്ങൾ ഈ ചിത്രത്തിലൂടെ വരുന്നുണ്ട്. അവരെ കുറിച്ചിട്ട് അതൊന്ന് പറയാം. അശോകൻ ചേട്ടൻ്റെ കാര്യം പറയുന്നത്, ഹരിശ്രീ അശോകൻ ഇതിലൊരു തികച്ചും വ്യത്യസ്തമായൊരു ക്യാരക്ടറാണ്. ദാസൻ എന്നു പേരുള്ള പെയിൻറ് പണിക്കാരനാണ്. അതിനൊപ്പം മുഹമ്മദ് റാഫിയുടെ വലിയ ആരാധകനാണ്. അദ്ദേഹം പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു പെയിൻറ് പണിക്കാരൻ, ഒരു നാട്ടിൻപുറത്തുള്ള ഒരു സാധാരണ ക്യാരക്ടർ. അപ്പോൾ ദാസൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ മാനറിസങ്ങൾ വളരെ ഡിഫറൻ്റാണ്. അല്പസ്വല്പമൊക്കെ മദ്യപിക്കുന്ന, എന്നാൽ കുടുംബത്തോട് ഇഷ്ടമുള്ള, പാചകം ചെയ്യാൻ താല്പര്യപ്പെടുന്ന അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്. ഈ ദാസൻ എന്ന ക്യാരക്ടർ ചിന്തിക്കുമ്പോൾ എൻ്റെ മുന്നിൽ അശോകൻ ചേട്ടൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അശോകൻ ചേട്ടൻ അതിനകത്തൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സട്ടിൽ മൂഡിൽ അതിനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മീര വാസുദേവിൻ്റെ കാര്യത്തിലും ഒരു വ്യത്യസ്തമായൊരു നായിക പരീക്ഷണം വേണമെന്നുള്ള ആഗ്രഹത്തിലാണ് യഥാർത്ഥത്തിൽ മീര വാസുദേവനിലേക്ക് എത്തുന്നത്. പക്ഷേ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാസ്റ്റിങ്ങിൽ എത്രത്തോളം പെർഫെക്റ്റായി എന്നുള്ളത് അവരുടെ അഭിനയം കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതൊരു ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ്. അതിനൊപ്പം തന്നെ ഒരു വലിയ പെർഫോമറാണ്. മീര വാസുദേവൻ്റെ തന്മാത്രയിലെ ക്യാരക്ടർ തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടതാണ്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് വളരെ ശക്തമായ ഒരു വേഷത്തിലാണ് മീര തിരിച്ചു വരുന്നത്. നമുക്ക് ആ ചിത്രത്തിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്ന് കാണാം. തീർച്ചയായിട്ടും.
എന്തായാലും മേക്കിംഗ് വീഡിയോയിൽ തന്നെ ചിത്രത്തിൻ്റെ ഒരു ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ആപ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് നാഷണൽ അവാർഡ് ജേതാക്കളായ 2 ബാലതാരങ്ങളെ, പ്രത്യേകിച്ച് ഗൗരവ് മേനോൻ, ആദിഷ് പ്രവീൺ തുടങ്ങിയ 2 അവരുടെയൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ചിത്രത്തിൽ? നമ്മുടെ ഒരു കുടുംബചിത്രം എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ എലിമെൻസും വേണമെന്നുണ്ട്. അതിനൊപ്പം പക്ഷേ ഞങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനും ഒരു കുടുംബം പോലെ തന്നെയായിരുന്നു. കുട്ടികളെല്ലാവരും വളരെ ആസ്വദിച്ചാണ് അഭിനയിച്ചത്. ഗൗരവ് മേനോനാണെങ്കിലും ആദിഷ് പ്രവീൺ ആണെങ്കിലും പിന്നെ അവരുടെ സുഹൃത്തുക്കളായിട്ടൊരു 4-5 കുട്ടികൾ വേറെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു കുട്ടികളുടെ ഗ്യാങ് വല്ല ഒരു കുട്ടിപ്പട്ടാളത്തിൻ്റെ ഒരു മൂഡിൽ അവർ വളരെ എൻജോയ് ചെയ്ത് അഭിനയിച്ച ഒരു സംഗതിയാണ്. പിന്നെ ഗൗരവ് മേനോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൗരവ് പെർഫോമിങ്ങിൽ ഭയങ്കര ഡിഫറൻ്റാണ്. നാഷണൽ അവാർഡ് ലെവലിലെത്തിയ ഒരു താരത്തിൻ്റെ ഒരു പെർഫോമൻസ് ഞങ്ങൾക്ക് വളരെ ഗുണം ചെയ്തു. പ്രത്യേകിച്ച് കൂടുതലൊന്നും പറഞ്ഞു കൊടുക്കാതെ തന്നെ സ്വന്തം ഇൻപുട്സിൽ നിന്ന് അഭിനയിക്കുന്ന ഒരു താരമാണ് ഗൗരവ്. അപ്പോൾ അതുപോലെ തന്നെ ആദിഷ് പ്രവീൺ, ആദിഷിൻ്റെ ഡയലോഗ് ഡെലിവറി വളരെ ശ്രദ്ധേയമാണ്. അത് സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുത്തുന്ന, മാതാപിതാക്കൾക്കടക്കം ചിരി ഉണർത്തുന്ന ഒരുപാട് ഡയലോഗുകൾ ആദിഷിൻ്റേതായിട്ട് സിനിമയിലുണ്ട്. അതേപോലെ തന്നെ ഡെറിക് രാജൻ എന്ന പേരുള്ള ഒരു പുതിയ താരം കൂടിയുണ്ട്. ആ താരവും ജെൻട്രി എന്ന പേരുള്ള ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജെൻട്രി ആണെങ്കിൽ പോലും ഒട്ടും ഒരു പുതുമുഖ താരമാണെന്ന് ആർക്കും തോന്നുന്നില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ബാലതാരങ്ങളെല്ലാം വളരെ മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങളിലേക്ക് വരുമ്പോൾ ശരിക്കും ഗാനരചന നിർവഹിച്ചിട്ടുള്ളത് റഫീഖ് അഹമ്മദ് സാറാണ്. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം 2 ഗാനങ്ങൾ ഗാനരചന നിർവഹിച്ചിട്ടുണ്ട്. ശരിക്കും അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ? പാട്ടുകൾ സിനിമയുടെ എപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അപ്പോൾ സിനിമയുടെ കണ്ടൻറ്റിൻ്റെ ചേർന്ന് നിൽക്കുന്ന ഒന്നായിരിക്കണം പാട്ടുകളെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലും കൂടി ഞാൻ ചെയ്ത ഒരു സിനിമയിൽ ആ പാട്ടുകൾക്ക് എപ്പോഴും അതിൻ്റെ മൂല്യമുണ്ടാവണം. അത് ചിരസ്ഥായിയായി നിൽക്കപ്പെടുന്ന മെലഡികളും കൂടി ആയിരിക്കണം എന്നുള്ള മൂഡിലാണ് ഈ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മേലേമാനത്താരോ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം ഞാൻ തന്നെ എഴുതിയതുണ്ട്. അതിനൊപ്പം അലഞ്ഞൊറിയണ തീരത്ത് എന്ന് പറയുന്നൊരു ഗാനം ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഈ പാട്ടുകൾക്കുള്ളിൽ നമ്മൾ കണ്ടത് സിനിമയുടെ കഥയുടെ അംശം അതിനോട് ചേർന്ന് നിൽക്കുന്നത്. അതിലിപ്പം പാട്ടുകൾക്ക് വേണ്ടി പാട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രവണത ഇടക്കാലത്ത് മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്. അടിച്ചുപൊളി പാട്ടുകളും എല്ലാം വരുന്നുണ്ടാവും. പക്ഷേ അതിനൊപ്പം തന്നെ പഴയ കാലത്തെ ഗാനങ്ങൾ നമ്മളിപ്പോഴും ശ്രദ്ധിച്ചാലറിയാം. പഴയ സിനിമാ പാട്ടുകൾ നമ്മളിപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളതായിരിക്കണം ഗാനങ്ങൾ എന്നുള്ള ആഗ്രഹത്തിലാണ് ഇതിലെ പാട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ശരിക്കും ഒരു എഴുത്തുകാരൻ, ഒരു പത്രാധിപൻ, ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഒരു ഗാനരചയിതാവായിട്ട് മാറുന്നു. ഈ മേഖലയിലെല്ലാം വരുമ്പോൾ താങ്കൾക്ക് പാട്ട് പാടാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവുമെന്ന് പ്രേക്ഷകർ പാടുമായിരുന്നു. പണ്ട് പഠിക്കുന്ന കാലത്ത് പാടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മേഖല അതല്ല എന്ന് തിരിച്ചറിഞ്ഞു. ഞാൻ ആദ്യം കവിയാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും കുട്ടിക്കാലത്ത് ഓരോരോ ആഗ്രഹങ്ങളായിരുന്നു. 21-ാം വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കവിയാകണം, ചങ്ങമ്പുഴയുടെയൊക്കെ വായിച്ച് ശീലിച്ച കാലങ്ങളിൽ അങ്ങനെ ചെയ്തു തുടങ്ങി. അന്ന് മാത്യു ഉലകന്തറ എന്ന് പറഞ്ഞ ക്രിസ്തുഗാഥ എഴുതിയൊരു മഹാകവിയുണ്ട്. അപ്പം അന്ന് തന്നെ എൻ്റെ പേരിലൊരു 100-150ഓളം കവിതകൾ, അത് എനിക്ക് തന്നെ ഇപ്പോൾ വായിച്ചാൽ എനിക്കിഷ്ടം തോന്നുന്നുണ്ട്. അങ്ങനത്തെ കുറേ കവിതകളുണ്ട്. അന്ന് 21-ാം വയസ്സിൽ ഞാനൊരു 40 കവിതകൾ ചേർത്തിട്ടൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി അവതാരിക എഴുതാനെന്ന് പറഞ്ഞിട്ട് മാത്യു ഉലകന്തറയുടെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ടോണി ഇപ്പോൾ കാണുന്ന ടോണി ആവില്ല ഒരു 30 വയസ്സ് കഴിയുമ്പോൾ. ടോണി ഇപ്പോൾ പ്രസിദ്ധീകരിക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ സ്നേഹമായിട്ട് തന്നെ പറഞ്ഞു, കവിതകൾ നല്ലതാണ്, പക്ഷേ ഒരുപക്ഷെ ടോണിയുടെ രീതി എഴുത്ത് ഗദ്യത്തിലേക്ക് മാറിയെന്ന് വരാം. അപ്പോൾ ഈ കവിതകൾ ടോണിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് പറഞ്ഞു. അത് ഞാൻ നല്ല രീതിയിൽ തന്നെ എടുത്തു. എന്തായാലും അന്ന് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചില്ല. പക്ഷേ 22-ാം വയസ്സിൽ പ്രകൃതി ചികിത്സ എന്ന പേരിൽ അവന്തി പബ്ലിക്കേഷൻസിന് വേണ്ടി എൻ്റെ ആദ്യത്തെ പുസ്തകം വരുന്നു. അത് ഇപ്പോൾ 9-ാം പതിപ്പിൽ കൂടി ഏകദേശം 50,000 കോപ്പികൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ പുസ്തകങ്ങളാണ് എൻ്റെ മേഖല എന്ന് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞത്. കവിത മാറി കഥയിലേക്ക് മാറി. പക്ഷേ ഒരു കവിത്വം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഴുത്തിനൊരു ആർജവം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ നല്ല എഴുത്തുകാരും കവിതയിൽ നിന്ന് തുടങ്ങിയവരാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ ഈ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു കവിതാ മോഹം തന്നെയാണ് ഗാനരചയിതാവിലേക്കും കൂടി എത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അത് വിലയിരുത്തേണ്ടത് പ്രേക്ഷകരാണ്. എന്തായാലും നമുക്ക് ചക്രവാകൻ കൊമ്പത്തെ ഒരു ഗാനം കൂടി കേൾക്കാം. നിറതിങ്കൾ താനോ പാലും തേനും തൂവുന്നാരോ നാവിലേതോ രാഗം തേനല ചിന്നി
ഇത് ചിത്രത്തിൻ്റെ ലിറിക് വീഡിയോ ആണ് അല്ലേ? ലിറിക് വീഡിയോ ശരിക്കും ഒഫീഷ്യലായിട്ടുള്ള ഒഫീഷ്യൽ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. യൂട്യൂബിൽ ഇന്നലെ മുതൽ വന്നു തുടങ്ങി. അതിനും നല്ല രീതിയിലുള്ള ആരാധകർ വരുന്നതായിട്ടുള്ളൊരു പ്രേരണ കാണുന്നുണ്ട്. മൊത്തത്തിൽ ഇപ്പോൾ തന്നെ 20,000-ന് മേലെ വ്യൂവർഷിപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, യൂട്യൂബിലും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളോടെ എല്ലാം ശരിക്കും ചിത്രത്തെ കുറിച്ചിട്ട് ഇങ്ങനെയുള്ള പരസ്യങ്ങളെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ് ശരിക്കും? വളരെ മികച്ച പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. എല്ലാ ദിവസവും ഞങ്ങൾ പുതിയൊരു ട്രെൻഡ് പോലെ പരീക്ഷിച്ചത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സിനിമയിലെ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും ആരൊക്കെയാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു സ്റ്റോറി ലൈനിൽ തന്നെ, അതൊരു പക്ഷേ ജേർണലിസ്റ്റായിട്ട് ജീവിച്ചതിൻ്റെ രീതിയും കൊണ്ട് വന്നു പോയതായിരിക്കും. കുറേ ആർട്ടിക്കിൾസ് ഞാൻ തന്നെ തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ ഓരോ പ്രമുഖ താരങ്ങളെയും അതിനൊപ്പം സിനിമയിൽ പ്രവർത്തിച്ച കെ രാജഗോപാലാണ് ഞങ്ങളുടെ എഡിറ്റർ. ഏകദേശം 200-ൽ പരം സിനിമകൾ എഡിറ്റ് ചെയ്ത എഡിറ്ററാണ്. അത് കമൽ സാറിൻ്റെയും സത്യനന്ദിക്കാട് സാറിൻ്റെയൊക്കെ 90% സിനിമകളുടെ എഡിറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ. ബിജിപാലാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. ബിജിപാലിൻ്റെ വളരെ ശ്രദ്ധേയമായ 3 ഗാനങ്ങൾ. അതുപോലെ കുമാർ എടപ്പാൾ വസ്ത്രാലങ്കാരം, രാജേഷ് നെന്മാറ മേക്കപ്പ്, ഇവരടക്കമുള്ള എല്ലാ ആൾക്കാരെയും ഞാൻ പരിചയപ്പെടുത്തി. പിന്നെ നമുക്ക് നിർമ്മാതാക്കളായിട്ട് വന്നിരിക്കുന്നത് ഏതൊരു സിനിമയുടെയും വിജയം അതിൻ്റെ നിർമ്മാതാക്കളാണ്. എല്ലാ പിന്തുണയോടും കൂടി കൂടെ നിൽക്കുന്ന, സിനിമയുടെ റിലീസ് വരെ കൂടെ ഉണ്ടാകുന്ന നിർമ്മാതാക്കളാണ് സിനിമയ്ക്ക് എപ്പോഴും ആവശ്യമായുള്ളത്. അപ്പോൾ അങ്ങനെ വന്ന ജിംസൺ ഗോപാൽ എന്ന് പറഞ്ഞ എൻ്റെ വളരെ അടുത്ത സുഹൃത്തും അതിനൊപ്പം തന്നെ ഞങ്ങളുടെ അടുത്ത സുഹൃത്തായ രാജൻ ചെറിയിലും കൂടി ചേർന്നാണ് സിനിമ നിർമ്മിച്ചത്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ആൾക്കാരെയും പരിചയപ്പെടുത്തി കൊടുക്കുക. സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മളൊരു പുസ്തകം എഴുതി കഴിയുന്നത് പോലെയാണ്. എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഭാവി നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അതിനു മുമ്പ് അവരെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ശ്രമം കൂടെ വിചാരിച്ചിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ തുടങ്ങിയത്. പക്ഷേ വളരെ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഒരുപക്ഷെ അതിനുശേഷം വന്ന ചില സിനിമക്കാർ തന്നെ അത് ഫോളോ ചെയ്യുന്നതും കണ്ടു. അതൊക്കെയാണ് നമ്മുടെ ഒരു താല്പര്യത്തിൽ എടുത്ത് പറയേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നിപ്പോൾ നമ്മുടെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇപ്പോൾ വലിയ രീതിയിലുള്ള പങ്ക് വഹിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും. ഇപ്പോൾ എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ വാട്സാപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും പോസിറ്റീവായിട്ട് എങ്ങനെ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കാം എന്നുള്ളത് ഇത്തരം മേഖലകളിൽ കൂടി കണ്ടറിയാം എന്ന് തോന്നിപ്പോകുന്നു. അതിൻ്റെ ലൊക്കേഷനുകളൊക്കെ എങ്ങനെയാണ്, എവിടെയൊക്കെയായിരുന്നു? ലൊക്കേഷൻ പൂർണ്ണമായിട്ടും ഒറ്റപ്പാലത്തായിരുന്നു. മണ്ണിൻ്റെ മണമുള്ള സിനിമയായിരിക്കണം എന്നുള്ള ആഗ്രഹം അത് ചിലപ്പോൾ ഒരു ചാവല്യമായിട്ട് തോന്നിയേക്കാം. പക്ഷേ എൻ്റെ സിനിമയുടെ കഥാപാത്രങ്ങൾക്കും പശ്ചാത്തലത്തിനും തീർത്തും യോജ്യമായ മണ്ണ് ഒറ്റപ്പാലം തന്നെയായിരുന്നു. ഒറ്റപ്പാലത്തിൻ്റെ ദൃശ്യഭംഗി നമ്മൾ ഒരുപാട് സിനിമകളിൽ വലിയ സൂപ്പർ സ്റ്റാർ പടങ്ങളിലടക്കം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. പക്ഷേ ഇതൊരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ്. കിഴക്കേക്കര എന്ന പേരായ ഒരു സാങ്കല്പിക ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ് ഈ സിനിമയിൽ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ആ ഗ്രാമത്തിലെ പുഴകളും മലകളും കുന്നുകളും വീടുകളും അത്തരം നമുക്ക് പറ്റുന്ന എല്ലാ ചുറ്റുപാടുകളും ഒത്തിണങ്ങിയ സ്ഥലമായിട്ട് തോന്നിയ ഒറ്റപ്പാലമാണ്. അതിനൊപ്പം ഞങ്ങൾ ഇതിനകത്ത് ലൊക്കേഷൻ ഒരു 2 വീടുകളാണ് ഈ സിനിമയുടെ പ്രധാന പ്ലോട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 വീടുകൾ അടുത്ത് വരുന്ന ഒരു സ്ഥലം വേണമായിരുന്നു. ഒരു വലിയ വീട്, ഒരു സമ്പന്നൻ്റെ വീടും തൊട്ടടുത്തുള്ളൊരു ചെറിയ വീടും. ഈ ചെറിയ വീട് ഒന്നിച്ച് കിട്ടുന്നത് നോക്കിയെങ്കിലും കിട്ടിയിട്ടുണ്ടായില്ല. ഞങ്ങളന്ന് പൂർണ്ണമായിട്ട് സെറ്റ് ഇടുകയായിരുന്നു. ഹരിശ്രീ ശോഭനും അഞ്ജലിയും ഗൗരവമേനോനും കഴിയുന്നതായിട്ടുള്ള വീട് മൊത്തത്തിൽ സെറ്റിട്ട് തന്നെയാണ് ചിത്രീകരിച്ചത്. അപ്പോൾ അതിനടക്കം എല്ലാത്തിനും പറ്റുന്ന സാഹചര്യങ്ങൾ കൊണ്ടാണ് ഒറ്റപ്പാലത്തേക്ക് എത്തിയത്. ഓക്കെ, ചലച്ചിത്ര രംഗത്ത് നവാഗതനാണ് താങ്കൾ. അപ്പോൾ അടുത്ത പ്രൊജക്റ്റുകളൊക്കെ ഉടനെ വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും 1-2 നല്ല പ്രോജക്റ്റുകൾ മനസ്സിലുണ്ട്. അത് മലയാള സിനിമയിൽ സാഹിത്യം ഒരു കാലത്ത് കൈമോശം വന്നു പോയിരുന്നു എന്ന് ഒരു പക്ഷേ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമായിരിക്കും. സാഹിത്യവും എഴുത്തും സിനിമയും എല്ലാം കൂടെ ഒന്നു ചേരുമ്പോൾ അതിന് കുറച്ചുകൂടെ നന്മ വരുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ വരുന്ന രീതിയിലുള്ള വലിയ സിനിമകളെല്ലാം തന്നെ ഇപ്പോൾ 2-ാം ഊഴം അടക്കമുള്ള സിനിമകൾ ഒരുപാട് ആരാധനയോടുകൂടി പ്രേക്ഷകർ ഉറ്റുനോക്കുന്നതാണ്. അതിൻ്റെയൊക്കെ മികവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാഹിത്യത്തിൽ നിന്ന് ഉറവെടുത്തതായതുകൊണ്ട് ഈ സാഹിത്യ സൃഷ്ടിയെ നമുക്കറിയാം. അത്ര സാഹിത്യ സൃഷ്ടിയിൽ നിന്ന് വരുന്ന ഒരു സിനിമ വരുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് പ്രേക്ഷകർക്കുള്ള പ്രതീക്ഷ കൂടും. അങ്ങനെയാണ് ഇപ്പോൾ മീനുകളുടെ ആകാശത്തിൽ ഞാൻ വന്നതും ചക്രമാവൻ കൊമ്പത്ത് എന്ന സിനിമയായിട്ട് വരുന്നതും അങ്ങനെ തന്നെയാണ്. അടുത്തൊരു സിനിമയും ഒരു വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു മികച്ച സാഹിത്യ സൃഷ്ടി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സിനിമയുടെ പണിപ്പുരയിലാണ്. അതും സഫലമാകും എന്നാണ് വിശ്വാസം. ഓക്കെ, ഈ ചക്രമാവൻ കൊമ്പത്തിൻ്റെ റിലീസിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? റിലീസ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് 12-ാം തീയതി റിലീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നവംബർ 12-ന് ഞായറാഴ്ചയായിരിക്കും ഇത് തിയേറ്ററിലെത്തുക. കുട്ടികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടിയുള്ളൊരു സിനിമയാണ്. അപ്പോൾ കുട്ടികളും കുടുംബങ്ങളും ആഘോഷിക്കുന്ന ഒരു ഒഴിവ് ദിവസം തന്നെ ആയിക്കോട്ടെ ഈ സിനിമയുടെ പ്രദർശനം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഉള്ളാട്ടിൽ വിഷ്വൽ മീഡിയയാണ് റിലീസ്. എല്ലാവരുടെയും പിന്തുണയോടുകൂടി സിനിമ തിയേറ്ററിലെത്താനുള്ള ആഗ്രഹങ്ങളിലാണ്, അതിനുള്ള ശ്രമങ്ങളിലാണ്. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. ഓക്കെ, നമുക്ക് ചിത്രത്തിലെ ഒരു സോങ് കൂടെ ഒന്ന് കണ്ടിട്ട് തീർച്ചയായിട്ടും. തളിരീണക്കാറ്റിൽ സുഖകരമമരുകനീ
ഒക്കെ ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകരോട് എന്താണ് അവസാനമായിട്ട് പറയാനുള്ളത്? ഈ സിനിമ കുട്ടികളും മാതാപിതാക്കളും മുതിർന്നവരും കാണേണ്ട ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും മക്കളെ സ്നേഹിക്കുന്ന ഏതൊരു രക്ഷിതാവിനും ഏതൊരു മാതാവിനും പിതാവിനും കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സമ്മാനമായിരിക്കും ഈ സിനിമ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒന്നിച്ചിരുന്ന് കാണാൻ കഴിയുന്ന ഒരു സിനിമയാണ്. മലയാളത്തിൻ്റെ മണ്ണിൻ്റെ മണമുള്ള സിനിമ, അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കുടുംബമൊത്ത് കാണാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു എൻ്റർടൈനർ ആയിരിക്കും ഈ സിനിമ. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. ചെറിയ സിനിമകൾക്ക് വരുന്ന അവസ്ഥകൾ എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനൊപ്പം ഇതിനകത്തൊരു സബ്ജക്റ്റിൻ്റെ മെറിറ്റുണ്ട്. അത് എല്ലാവരും അംഗീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനാണ് ഞങ്ങളുടെ പ്രതീക്ഷയും പ്രാർത്ഥനയും. എന്തായാലും ചലച്ചിത്ര രംഗത്ത് നവാഗതനാണെങ്കിൽ തന്നെയും പുതിയ ഒരുപാട് പ്രൊജക്റ്റുകൾ താങ്കൾക്ക് ഇനി മുമ്പിലുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. എന്തായാലും ജഗദീശൻ അനുഗ്രഹിക്കട്ടെ. വരുന്ന കാലഘട്ടങ്ങളിൽ മലയാള ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് ടോണി ചിറ്റേട്ടുകുളം എന്ന സംവിധായകന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മോർണിംഗ് റിപ്പോർട്ടിൽ പങ്കെടുത്തതിന് നന്ദി. സന്തോഷം. താങ്ക് യു. മോർണിംഗ് റിപ്പോർട്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.